കൊച്ചിയിൽ കഞ്ചാവുമായി പ്രശസ്ത മലയാള സിനിമാ സംവിധായകർ അറസ്റ്റിലായി. പ്രശസ്ത സിനിമാ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായത്. ആലപ്പുഴ ജിങ്കാന, തല്ലുമാല, ഉണ്ട, അനുരാഗ കരിക്കൻ വെള്ളം തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. സുലേഖ മൻസിൽ, ഭീമന്റെ വഴി, തമാശ എന്നിവയാണ് അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത സിനിമകൾ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരെയും കഞ്ചാവുമായി പിടികൂടിയത്. ഇവരിൽ നിന്ന് 1.5 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്നാണ് എക്സൈസ് വ്യക്തമാക്കിയത്. ഇരുവരും വർഷങ്ങളായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് എക്സൈസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 1 മണിയോടെയായിരുന്നു എക്സൈസിന്റെ പരിശോധന. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ വിട്ടയക്കുകയായിരുന്നു. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകർ തന്നെ ലഹരിയുമായി അറസ്റ്റിലാകുന്നത്. ഇവർക്കൊപ്പം ഷാലിഫ് മുഹമ്മദ് എന്ന ഇവരുടെ സുഹൃത്തും അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾക്ക് സിനിമാ മേഖലയുമായി ബന്ധമില്ലെന്നാണ് എക്സൈസ് അറിയിക്കുന്നത്. ഷാലിഫ് മുഹമ്മദാണ് സുഹൃത്തുക്കൾ വഴി കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലാണ് ഫ്ളാറ്റ് ഉള്ളത്. പിടിയിലായ മറ്റൊരാൾ സിനിമാ മേഖലയിലുള്ളതല്ല. ഉപയോഗത്തിന് വേണ്ടി എത്തിച്ച കഞ്ചാവായിരുന്നുവെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. കഞ്ചാവ് എത്തുന്ന ഉറവിടം തേടിയാണ് എക്സൈസ് അന്വേഷണം നടത്തുന്നത്. സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നില്ലെന്നാണ് ഇരുവരും എക്സൈസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി എക്സൈസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ സംവിധായകർക്കെതിരെ സിനിമാ മേഖലയിൽ നിന്ന് നടപടി സ്വീകരിച്ചു. സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഡയറക്ടേഴ്സ് യൂണിയൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇരുവരെയും സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ടേഴ്സ് യൂണിയന് ഫെഫ്ക നിർദ്ദേശം നൽകിയിരുന്നു. ഫെഫ്കയുടെ നടപടിക്ക് നിർമ്മാതാക്കളുടെ സംഘടന പിന്തുണയും അറിയിച്ചിട്ടുണ്ട്.